Hello beautiful people. Welcome back to my channel. നിങ്ങളിവിടെ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നെതർലൻഡ്സിലൊരു വില്ലേജ് ഉണ്ട്, ഗീത്തൂൺ എന്നാണ് പേര്. അവിടെയാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സാൻഡം ടു ഗീതൂൺ റൗട്ടാണിത്. ഒരു രക്ഷയിൽ ഇത്രയും നല്ലതായിട്ട് വിൻമിൽസ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. വ്യൂ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. സാൻഡം ടു ഗീത്തൂൺ ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു റെസ്റ്റ് ഏരിയയിൽ ഇറങ്ങി. നല്ല ഫുഡ് കിട്ടി കേട്ടോ. അവിടുന്ന് നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ബേക്കറി പോലെ ഉണ്ടായിരുന്നു. അവർ നല്ല ഫ്രഷ് ഹോട്ട് ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ചെയ്തു.留下的痕迹难以抹去，细水长流，岁月无声，但回忆如此清晰。破碎的梦境里，清晰模糊的面孔深陷，曾经的欢笑和泪水。 1.5 മണിക്കൂറത്തെ കാർ റൈഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗീത്തൂൺ ഏരിയയിലെത്തി. ഇവിടെ കൂടെ പോയപ്പോൾ എനിക്ക് നാട്ടിലെ ആലപ്പുഴ റൗട്ടാണ് ഓർമ്മ വന്നത് കേട്ടോ. വെള്ളവും സൈഡിലെ വീടുകളും എല്ലാം കണ്ടപ്പം നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അത്. ഗീത്തൂണിൽ ഞങ്ങൾ ഒരു ബോട്ട് റെൻറ്റ് ചെയ്തിട്ടുണ്ട് 2 മണിക്കൂറത്തേന്. സോ ഞങ്ങൾ ആ ബോട്ട് റെൻ്റൽ സ്ഥലത്തോട്ട് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ചുമ്മാ ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്തുകൊണ്ട് പോവുകയാണ്.
ബോട്ടിങ് ഞങ്ങൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 10 മണിക്കായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 8:30-9 ആയപ്പോൾ എത്തി കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ കൂടെ ഒന്ന് മുമ്പേ കണ്ടതുപോലെ ആ ഏരിയയിൽ കൂടെ ഒന്ന് നടക്കാൻ ഭയങ്കര പാടാണ്, ലൈക്ക് ഫ്രീ ആയിട്ടൊന്ന്. സോ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയത്. അടിപൊളി കേട്ടോ, ആ ഒരു നടപ്പ് നല്ല രസമായിരുന്നു. ഒരു ഫെയറി ടെയിൽ വില്ലേജ് പോലെ എനിക്ക് തോന്നി. സ്റ്റോറി ബുക്കിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് വില്ലേജ് പോലെ എനിക്ക് ഫീൽ ചെയ്തേ. ഇപ്പം ഞങ്ങൾ സ്മിത്ത് ഗീതൂൺ അവിടെയാണ് ഞങ്ങൾ ബോട്ട് റെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. സോ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേരത്തെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ കൂടെ എല്ലാം ബുക്ക് ചെയ്ത് വെക്കും. ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പേ അതാണ് എനിക്ക് പീസ് ഓഫ് മൈൻഡ്. പോകുന്നതിന് മുമ്പേ എല്ലാം ഒന്ന് റിസർവ് ചെയ്യേണ്ടടുത്ത് റിസർവ് ചെയ്യുകയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടടുത്ത് ബുക്ക് ചെയ്യുകയോ ചെയ്യുന്നതാണ് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കേട്ടോ. സോ ഞാൻ എപ്പോഴും അത് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്മിത്ത് ഗീതൂണ് പല ടൈപ്പ് ഓഫ് ബോട്ട്സ് ഉണ്ട് കേട്ടോ. 2 പേർക്ക് മുതൽ വലിയ ഗ്രൂപ്പിന് വരെയുള്ളതുണ്ട്. ഞങ്ങളെടുത്തത് ഇലക്ട്രിക് സ്ലൂപ്പ് എന്ന് പറഞ്ഞ് 2 തൊട്ട് 4 വരെ പേർക്ക് കയറാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബോട്ടാണ്. അവർ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റൗട്ട് പോകുന്നതെന്നുള്ളതിൻ്റെ മാപ്പൊക്കെ തരും. നമ്മളത് നോക്കി ഫോളോ ചെയ്താൽ മതി. ബോട്ട് ഓടിക്കാനായിട്ട് എക്സ്പീരിയൻസ് വേണ്ട, ലൈസൻസ് വേണ്ട. നമുക്ക് ആദ്യം ഇത്തിരി ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹാങ് കിട്ടുന്നോടം വരെ നമുക്ക് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യും. പിന്നെ വൺസ് അതിൻ്റെ ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമാട്ടോ, നല്ല സ്മൂത്തായിട്ട് പോയിക്കോളും. നല്ല രസമാണ് പോകാനായിട്ട്. ടേൺസ് ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് അവിടെ ഒരു മിറർ കാണും. നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ടേൺ ചെയ്താൽ മതി. ഇവിടെ ഓരോ വീട്ടിലും അവരുടെ ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഈ ബോട്ടിങ്ങിൽ ഉടനീളം നമുക്കിത് കാണാൻ പറ്റും. ഓരോ വീടുകളിലും ഓരോ രീതിയിലാട്ടോ കാണാനും മാത്രം ഉണ്ടത്. ഓരോ വീടുകളിലെയും സൈഡിൽ ഇങ്ങനെ ബോട്ട് കാണാം കേട്ടോ, പ്രൈവറ്റ് ബോട്ട്സ്. നമ്മുടെ വീട്ടിലൊക്കെ കാറ് കിടക്കുന്ന പോലെ അവർക്ക് ബോട്ട്സാണ് അവരുടെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ബോട്ടായതുകൊണ്ട് അവർക്കൊക്കെ പ്രൈവറ്റ് ബോട്ട്സും ഉണ്ട്. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇവർക്ക് താച്ച്ഡ് റൂഫ് കോട്ടേജസ് ആണ്. അതുകൊണ്ട് സമ്മറിൽ നല്ല തണുപ്പും വിൻ്ററിൽ നല്ല ചൂടും അവർക്ക് കിട്ടുന്നുണ്ട് വീടിനുള്ളിൽ. ഒബ്വിയസ്ലി വാട്ടർ പ്രൂഫും UV പ്രൂഫും ഒക്കെ ആണല്ലോ താച്ച്ഡ് റൂഫ് ആകുമ്പം. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ 60 വർഷത്തിന് മേലെയൊക്കെ ഈ റൂഫ് നിൽക്കുമെന്നാണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നതും പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും മനസ്സിലായത്, ഒബ്വിയസ്ലി ഇത് പെട്ടെന്ന് തീ പിടിക്കുന്നതാണല്ലോ. സോ അതുകൊണ്ട് പ്രോപ്പർ മെയിൻ്റെനൻസ് വേണമായിരിക്കും അവിടെയൊക്കെ. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോറി ബുക്കിൽ കാണുന്ന പോലത്തെ വീടുകളായിരുന്നു അവിടെ കണ്ടത്. ശരിക്കും നേച്ചറുമായിട്ട് തന്നെ ചേർന്ന് ജീവിക്കുന്ന ഒരു വൈബാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായി തുടങ്ങി. സൈഡിൽ കൂടെ എല്ലാം നമുക്ക് പോകുന്നത് കാണാം.
നമ്മൾ ഈ കാണുന്ന എല്ലാ ബ്രിഡ്ജൊന്നും നടക്കുമ്പം ഇപ്പുറത്തോട്ട് കടക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ എൻട്രൻസ് തന്നെ നമുക്ക് കാണാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അതോ നമുക്ക് കടക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ. ഞങ്ങളുടെ ബോട്ടിംഗ് ഏകദേശം തീരാറായി. ഈ ഒരു ഓപ്പൺ ഏരിയ കവർ ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചുള്ള റൗട്ടിലോട്ട് എത്താനായിട്ട്. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഓൾ ടോട്ടൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂസ് ആയിരുന്നു മൊത്തം. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തൂടെ പോവുകയും നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തിൽ. സോ നിങ്ങൾ നെതർലാൻഡ്സിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഗീത്തൂൺ എന്ന് പറഞ്ഞ ഈ സ്ഥലം നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല, അടിപൊളിയാണ്. Every time